വെൽക്കം ടു ഹാപ്പി ലൈഫ് ടി വി. ജീവിതത്തിൽ എപ്പോഴും നമുക്ക് രണ്ട് അവസരങ്ങളാണ് ഉണ്ടാവുക. തിങ്ക് ദ സ്മോളസ്റ്റ് ആൻഡ് ബിക്കം, തിങ്ക് ദ ബിഗ്ഗസ്റ്റ് ആൻഡ് ബിക്കം. ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ചിന്തിക്ക്, അതായിട്ട് മാറുക. വലിയ കാര്യങ്ങൾ ചിന്തിച്ച് അതായിട്ട് മാറുക. ഒരു തവണ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് വർക്ക്ഷോപ്പിൽ വെച്ച് അവരുടെ ജീവിതത്തിൽ ഉയർന്ന ലക്ഷ്യങ്ങൾ എഴുതുവാൻ വേണ്ടി പറഞ്ഞ സമയത്ത് ഒരു റിമോട്ട് വില്ലേജിൽ നിന്ന് കടന്നു വന്ന ഒരാൾ, ഒരു ചെറുപ്പക്കാരൻ, വലിയ ലക്ഷ്യങ്ങൾ എഴുതാൻ വേണ്ടി പറഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. സാറേ, അതൊക്കെ വലിയ വലിയ ആളുകൾക്ക് പറഞ്ഞിട്ടുള്ളതല്ലേ? അതിനൊക്കെ നമ്മൾ വലിയ വലിയ കുടുംബങ്ങളിലും അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ളിടത്തൊക്കെ ജനിക്കണ്ടേ? അത് നമുക്കൊന്നും പറഞ്ഞിട്ടുള്ളതല്ലല്ലോ എന്നവർ ആ ഒരു ചെറുപ്പക്കാരൻ പറയണ്ടേ. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ മേഖലയിൽ, അദ്ദേഹം ഒരു ചെറിയ ബിസിനസ് ചെയ്യുന്ന ഒരാളായിരുന്നു, നിങ്ങളുടെ മേഖലയിൽ ലോകത്ത് ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന, ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ചിന്തിക്കുന്ന അതേ ആളുടെ മാനസികാവസ്ഥ നിങ്ങൾക്കുണ്ട്. നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകുന്നത്. തട്ടുകട തുടങ്ങണമെന്ന് മാത്രം ചിന്തിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും 5 സ്റ്റാർ തുടങ്ങാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, 5 സ്റ്റാർ തുടങ്ങുവാനുള്ള സാധ്യതകൾ എവിടെയെങ്കിലും കണ്ടാൽ അയാളുടെ മനസ്സിൽ അത് സ്ട്രൈക്ക് ചെയ്യില്ല. 5 സ്റ്റാർ ഹോട്ടൽ മാത്രം തുടങ്ങണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, അതിൻ്റെ സാധ്യതകൾ മാത്രമേ അയാളുടെ കണ്ണിൽ കാണാൻ കഴിയുകയുള്ളൂ. ജീവിതത്തിൽ എപ്പോഴുമുള്ള സാധ്യത എന്ന് പറയുന്നത് നിങ്ങളുടെ ചിന്തകൾക്ക് വലുപ്പം കൂട്ടുക എന്നുള്ളതാണ്. എത്രത്തോളം നിങ്ങളുടെ ചിന്തകൾക്ക് നിങ്ങൾക്ക് വലുപ്പം കൂട്ടാൻ പറ്റുമോ അതിനനുസരിച്ച് നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നു. ഈ ചിന്തകളുടെ വലുപ്പമാണ് നമ്മുടെ ഭാവിയുടെ നേട്ടങ്ങളുടെ, അച്ചീവ്മെൻറ്റ്സിൻ്റെ സൈസ് വർദ്ധിപ്പിക്കുന്നത്. യമൻ എന്ന് പറയുന്ന താരതമ്യേന സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഒരു രാജ്യത്ത് പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്ന സമയത്ത് ധീരുഭായ് അംബാനി എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ചിന്തകളിലുണ്ടായിരുന്നത് എങ്ങനെ സ്വന്തമായി ഒരു പെട്രോൾ പമ്പ് തുടങ്ങാമെന്നായിരുന്നില്ല, സ്വന്തമായി എങ്ങനെ ഒരു റിഫൈനറി സ്ഥാപിക്കാമെന്ന് അദ്ദേഹത്തിൻ്റെ ആ വലിയ ചിന്തകളാണ്. തിങ്ക് ദ ബിഗ്ഗസ്റ്റ് ആൻഡ് ബിക്കം. ആ വലിയ ചിന്തയാണ് അദ്ദേഹത്തെ മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ ബിസിനസ്സിനെ കുറിച്ച്, ഭാവിയെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ചിന്തകളിൽ വലിയ ലക്ഷ്യങ്ങൾ, ആ വലിയ ലക്ഷ്യങ്ങൾ ഉയർന്ന സാമ്പത്തികാവസ്ഥയുള്ള ആളുകൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതല്ല, അല്ലെങ്കിൽ സാമ്പത്തികമായി ശേഷിയുള്ള വീട്ടിൽ ജനിച്ചവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതല്ല. ഇന്ന് സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്ന ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം ചിന്തകളിലൂടെ ഉയർന്നു പോയവരാണ് എല്ലാവരും. അവരുടെ ചിന്തകൾക്ക് വലിപ്പം ഉണ്ടായിരുന്നു. ജീവിക്കുന്നത് ചെറ്റക്കുടിലാണെങ്കിൽ പോലും അവരുടെ ചിന്തകൾ മുഴുവനും വലിയ വലിയ ബംഗ്ലാവുകളുടെ, വലിയ വലിയ സംവിധാനങ്ങളുടെ, മാളുകളുടെ അത്രയും വലുപ്പമുള്ള ചിന്തകളായിരുന്നു. ആ ചിന്തകളാണ് അവർക്ക് ഉയർന്ന ജീവിതം സമ്മാനിച്ചത്. അതേ രീതിയിൽ ചിന്തിക്കുവാനുള്ള മാനസികാവസ്ഥ നിങ്ങൾക്കും ദൈവം നൽകിയിട്ടുണ്ട്. ആ ചിന്തകൾ ഉപയോഗിക്കുക. വളരെ ഉയർന്ന ഒരു ഭാവി നിങ്ങൾ സൃഷ്ടിക്കുക. യു ആർ ദ ക്രിയേറ്റർ ഓഫ് യുവർ ലൈഫ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഹാപ്പി ലൈഫ് ടി വി.